ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് 15 മിനിറ്റ് ടൈം ഫ്രെയിം യൂസ് ചെയ്ത്, അതായത് ലിമിറ്റഡ് സിഗ്നൽസ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ കറക്റ്റ് എൻട്രീസ് എങ്ങനെ പിക്ക് ചെയ്യാം, അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എങ്ങനെ എയിം ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ 50 മിനിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അധികം സിഗ്നൽസ് വരുന്നില്ല, നമുക്ക് ഒറ്റ ട്രേഡിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതിൽ ഞാൻ കാണിക്കുന്നത് ലൈവായിട്ടാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണണോ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പം ഇതിനകത്ത് ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 22,355. ഇപ്പോഴത്തെ റണ്ണിങ് മാർക്കറ്റ് വാല്യൂ ആണ്. നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല, ഒരു ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ ചെയ്യാനുള്ളതും റെഡ് വരുന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽസ് വരുമ്പോൾ തന്നെ സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും, അലേർട്ട് വിത്ത് സൗണ്ട്. അപ്പോൾ ഈ അലേർട്ടിനകത്ത് ഏത് കൺസിഡർ ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, സെല്ലാണെങ്കിൽ ഏത് റേറ്റിൽ സെല്ല് എടുക്കണോ ഡീറ്റെയിൽസ് എഴുതി കാണിച്ചു തരിക. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോൾ ഈ അലേർട്ട് മെസ്സേജിനകത്തും ഏറ്റവും മുകളിൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ബൈ വന്നിരിക്കുന്ന ബൈ അറ്റ് 22,193 നമുക്ക് 9:30 തന്നെ ബൈസിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബൈ എന്ന് പറയുമ്പോഴേ എന്താണ്, കോൾ സൈഡ് മാത്രം നമ്മൾ എൻഡ് നോക്കുക. സോഫ്റ്റ്വെയറുടെ റേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് 22,193. അപ്പോൾ ഈ ലെവൽ അനുസരിച്ച് നമ്മൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക. അത് ഇൻ ദ മണിയാകാം, അറ്റ് ദ മണിയാകാം, ഔട്ട് ഓഫ് ദ മണിയാകാം. അതെല്ലാം നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻ ദ മണി എടുക്കണമെങ്കിൽ 22,000 നമുക്ക് 100-200 പോയിന്റ് താഴെ എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന നമുക്ക് ഓപ്ഷൻ, നമുക്ക് ട്രേഡിംഗ് ടെർമിനൽ പോലെ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്ഷൻ്റെ സെപ്പറേറ്റ് ചാർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും മസ്റ്റായിട്ട് നോക്കാനുള്ള നമ്മുടെ ഓപ്ഷൻ ചാർട്ടിനകത്ത് കൺഫേം ബൈ ഉണ്ടോ എന്ന് നോക്കുക. കാരണം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ചില സമയത്ത് നിഫ്റ്റിക്കകത്തും ബാങ്ക് നിഫ്റ്റിക്കകത്തും ഫേക്ക് ആയിട്ടുള്ള ട്രേഡ് വരും. അത് ഓപ്ഷനിൽ എഫക്റ്റ് വരുന്നില്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ്റെ ചാർട്ട് കൂടെ കമ്പയർ ചെയ്യാൻ പറയുന്നത്. നമ്മൾ നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടെ നമുക്ക് കോളാണ് ബൈ ചെയ്യേണ്ട, ഏത് റേറ്റ് ആണെന്നുള്ള ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്താൽ ബാക്കി സ്ട്രൈക്കിൻ്റെ ചാർട്ട് നോക്കാം. ഞാനിപ്പോൾ ഓപ്ഷൻ്റെ ചാർട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് 22,000 കോൾ ഓപ്ഷൻ്റെ ചാർട്ടാണ്. ഇപ്പോഴത്തെ റണ്ണിങ് വാല്യൂ ആണ് 368. ഇവിടെ നമ്മൾ കൺഫർമേഷൻ എല്ലാം നിങ്ങൾ ഇവിടെ നോക്കി വെച്ചാൽ മതി. ഇവിടെ നമുക്ക് ബൈ ഉണ്ടോ എന്ന് നോക്കുക. ഇനിയാണ് ഇവിടെ കൺഫർമേഷൻ ഉണ്ടോ നോക്കുക. കൺഫർമേഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമേ. സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് തരുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് മാത്രം നോക്കി വെച്ചാൽ മതി. സിഗ്നൽ വരുമ്പോൾ നമുക്ക് താഴത്തുള്ള ബാറില്ല. നമ്മൾ സെക്കൻഡ് ക്യാൻഡിലാണ് എൻട്രി എടുക്കേണ്ടത്. കാരണം നമ്മുടെ എൻട്രി പോയിന്റ് എപ്പോഴും സെക്കൻഡ് ക്യാൻഡിലെ ഓപ്പണിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് ആ ക്യാൻഡിൽ തന്നെ എൻട്രി എടുക്കാം. താഴത്തെ ബാർ ഇതുപോലെ തന്നെ ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് ബൈ സോൺ എന്ന് എഴുതി കാണിക്കുന്നത്. രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റ് റേറ്റിൽ ട്രേഡ് എടുക്കാം. നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോമിലാണ്. ഇതിൽ കൂടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ നമുക്ക് ബൈ കാണിച്ചു തന്നാൽ 225.75 നമ്മളിപ്പോൾ 225 ട്രേഡ് എടുത്തു എന്നങ്ങ് വിചാരിക്കുക. താഴത്തോട്ട് നോക്കിയാൽ ടാർഗറ്റ് 259, 286, 313 3 എക്സിറ്റ് ലെവലുണ്ട്. ഈ എക്സിറ്റ് ലെവലിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. അപ്പോൾ 50 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടാർഗറ്റ് അതുപോലെ ആയിരിക്കും. അതുപോലെ നമുക്ക് എന്താണ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് തേർഡ് ടാർഗറ്റ് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. അതായത് 225 313 ലാസ്റ്റ് ടാർഗറ്റ് അതും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 136 പോയിന്റ് കയറി നിൽക്കുകയാണ്. ഇപ്പം റെസിസ്റ്റന്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റന്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി മാർക്കറ്റ് കയറി തന്നെ പോകും. അപ്പോൾ ഈ ഒരു 15 മിനിറ്റ് ആയിട്ട് ടൈം ഫ്രെയിമിൻ്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാനോ കാണാനോ പഠിക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വന്നെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലോട്ട് ഡയറക്റ്റ് വരാം, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോൺടാക്ട് ചെയ്യുക.